വാഹിദല്ല വരുന്നത്. എന്തിപ്പോൾ ഇവിടെ വയനാട്ടില്? വാഹിദ ഡേ പെണ്ണേ, പഠിച്ചോനെ ഇതാരാ? എന്തോ മലപ്പുറത്തല്ലേ വീട്? എങ്ങനെ ഇവിടെ എത്തിയത്? ഇവിടെ വയനാട് വൈത്തിരി പാർക്കില്ലേ? ആ ശരി, ആ വൈത്തിരി പാർക്ക്. ആ ഓക്കെ ഓക്കെ. അതെന്ത് സംഭവം? അത് സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ആണ് ആണ് ശരി. ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഉണ്ട്. കുട്ടികൾക്ക് പാർക്ക്, പിന്നെ എന്താന്ന് പറയാൻ എനിക്കറിയില്ല. ഒരുപാട് ആക്ടിവിറ്റീസുകൾ വലിയ ആളുകൾക്കൊക്കെ ഉണ്ടോ? വലിയ ആൾക്കാർക്ക്, മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഉണ്ട്. ചെയ്യാൻ നമ്മള് രാവിലെ വരികയാണെങ്കിൽ വൈകുന്നേരം വരെ നമുക്ക് ഒരു നല്ല അടിപൊളിയായിട്ട് ഒരു മടുപ്പ് വരൂല. ഒരുപാടുണ്ട്. എൻജോയ് ചെയ്ത് തീരൂല. ശരി. നമ്മളെ ബിസ്മി വ്ലോഗ് ചാനലില് വീഡിയോ ഉണ്ടോ? അപ്ലോഡ് ചെയ്യും. എന്നാ കാണല്ലേ അതില്? ഓക്കെ ഓക്കെ. ചാനൽ കാണുക. ശരി. ഓക്കെ ഓക്കെ. പേജിലുണ്ടാവും, ഇൻസ്റ്റയിലുണ്ടാവും, അതുപോലെ യൂട്യൂബിലുണ്ടാവും. ഓക്കെ ഓക്കെ. എന്നാ കാണാട്ടോ. കണ്ടിട്ട് ഞങ്ങൾ അതിലുള്ളതൊക്കെ കണ്ടിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പോകാൻ വേണ്ടി ഒന്ന് ശ്രമിക്കും. എനിക്ക് അറിയില്ലായിരുന്നു ഇതിനെ കുറിച്ച്. എന്നാ ഒരുപാട് താങ്ക്സ്. എന്തായാലും വീഡിയോ കണ്ട് ഞാൻ പോയി നോക്കാം. ഓക്കെ എന്നാൽ ശരി. ഓക്കെ ബൈ. ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വൈത്തിരി പാർക്കിലാണ് കേട്ടോ, വയനാട്. അപ്പോൾ ഇവിടെ നല്ല കാറ്റ്, നല്ല കാലാവസ്ഥ, നല്ല തണുപ്പ്. ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി സ്ഥലമാണ് വയനാട്. അപ്പോഴേ അസ്മ ഉണ്ണിയപ്പവും ചായയും കൊണ്ടുവന്നിരുന്നു. അവള് ഉണ്ണിയപ്പവും ചായയും കൊണ്ടുവന്ന സ്ഥിതിക്ക് ഞങ്ങൾ ആദ്യം അത് കുടിച്ചിട്ടോ. അത് കുടിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ നമ്മൾ വൈത്തിരി പാർക്കിൽ വന്ന് വണ്ടി ഇറങ്ങിയതിന് ശേഷം പിന്നെ അവരുടെ ജീപ്പിലാണ് പോണത്. ഫ്രീ സർവീസാണ് കേട്ടോ. അപ്പം നമ്മളെ കാർ ഇവിടെ നിർത്തി ഞങ്ങൾ ജീപ്പിൽ പോവുകയാണ്. അപ്പം അവരെ വണ്ടിയിലാണ് നമ്മൾ അങ്ങോട്ട് പാർക്കിലേക്ക് പോണത് കേട്ടോ. അതാ നമ്മൾ വയനാട് വൈത്തിരി പാർക്കിൽ വന്നാൽ ഫുൾ സെറ്റപ്പാണ് കേട്ടോ. നമ്മുടെ വണ്ടി അവിടെ നിർത്തി വരിക. അവരുടെ ഫ്രീ സർവീസോട് കൂടിയിട്ട് നമ്മളെ ഇങ്ങോട്ട് പാർക്കിലേക്ക് കൊണ്ടുവരും. അപ്പം ഇനി നമുക്കിവിടെ എന്തൊക്കെ ഉണ്ട് നോക്കാം. അപ്പോൾ ഇതാ ധൈര്യമുള്ള ആൾക്കാർക്കൊക്കെ ഇതാ ഊഞ്ഞാല. വൈത്തിരി പാർക്കിലെ ഒരു എന്താ പറയുക, വലിയൊരു എൻജോയ്മെൻ്റാണ്, പേടിയില്ലാത്തവർക്ക് കേട്ടോ. ഇത് വയനാട്ടിലെ വൈത്തിരിയിൽ അല്ലേ? അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരുമോ? ഓക്കെ. നമ്മൾ വയനാട്ടിൽ വൈത്തിരി അഡ്വഞ്ചർ ആൻഡ് ഹോളിഡേയ്സ് പാർക്കാണിത്. നമുക്കിവിടെ വന്നിട്ട് കൂടുതലായിട്ട് വരുന്നത് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, അമ്യൂസ്മെൻറ്റും വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഓണത്തിന് 2 വർഷത്തോടനുബന്ധിച്ച് തന്നെ നമ്മളിപ്പോൾ പുതിയ വാട്ടർ തീം ആക്ടിവിറ്റി, വാട്ടർ ആക്ടിവിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് വാട്ടർ സ്ലൈഡ് ആക്ടിവിറ്റി കിഡ്സിന് സെപ്പറേറ്റ് ആയിട്ടും അഡൽട്ടിന് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ. ഹോളിഡേയ്സിലൊക്കെ നമുക്ക് ഇതെന്നും വർക്കിംഗ് ഡേ ആണ്. നമ്മൾ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. നമുക്ക് പ്രത്യേകമായിട്ട് ജെയിൻസിങ്, സിപ്പ് ലൈന്, പിന്നെ വന്നിട്ട് ടാൻഡം ബൈക്ക്, സിപ്പ് സൈക്കിള്, പിന്നെ 360 ഡിഗ്രി സൈക്കിള്, അങ്ങനെയൊക്കെ വന്നിട്ട് കുറേ അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരുന്നു വരുന്നത്. പ്രധാനമായിട്ട് ഹൈറോപ്പ് കോഴ്സാണ് ഒരു വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു ആക്ടിവിറ്റി. എത്ര സമയം മുതലാണ് ഇത് ഇവിടെ സ്റ്റാർട്ടിങ്? നമുക്ക് സ്റ്റാർട്ടിങ് 9 to 6 ആണ്. 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ടൈം ഉള്ളത്. ഇല്ല, അതിന് പകരം നമുക്ക് ഇത് നിയർ ആയിട്ട് നിരവധി റിസോർട്ടുകളും ഹോം സ്റ്റേസുകളൊക്കെ വരുന്നുണ്ട്. മോളെ ഏത് സ്കൂളിന്നാ? അൽബിറോ. എവിടെ സ്ഥലം? ചിനക്കൽ. നിങ്ങൾ ഇങ്ങോട്ട് ടൂർ പോകുന്നതാണോ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സൂപ്പർ. ചിനക്കല് മലപ്പുറം ജില്ലയിലാ? വൈത്തിരി പാർക്കിൽ ഒരു പുതിയൊരു സ്റ്റഡി, പുതിയതാവില്ല, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എയറിബോൾസ്. ഇതാ കുട്ടികൾക്കായിട്ടുള്ള ഊഞ്ഞാല്. ഇതാ വേറൊരു ടോയ്സ്, സ്വിമ്മിങ് ചെയർ. ഇതാ ഷിപ്പ് തോണി. ഇതാണ് മക്കളെ സ്വിമ്മിങ് ചെയർ ആണ് ഇപ്പം നമ്മൾ കാണുന്നത്. കുട്ടികൾക്കൊക്കെ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്ക് തന്നെയാണ് കേട്ടോ ഇവിടെ. അത് നമ്മുടെ ഫെറീസ് വീൽ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഊഞ്ഞാൽ. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. സിപ്പ് ലൈൻ ആണിത്. അപ്പൊ ദാ വയനാട് വൈത്തിരി പാർക്കിൽ നല്ലൊരു എൻജോയ്മെന്റ്, നല്ലൊരു ആക്ടിവിറ്റി ആണ് കേട്ടത്. അപ്പൊ സിപ്പ് ലൈനുമ്പോ പോണത് നമുക്ക് കാണാം. ഒരു കൈ വിട്ടോ, 2 കൈ വിട്ടോ, 2 കൈ ചെയ്തോ.
പിന്നെ ഞാനും അസ്മയും റോപ്പ് സൈക്കിളും എന്ന് കയറിട്ടോ. ഒറ്റയ്ക്കും പോകാം, രണ്ടാക്കും പോകാം. അപ്പോൾ ഡ്രൈവറായിരുന്നു അസ്മ. ഞങ്ങൾ രണ്ടാളും അതിമൊന്ന് പോയി. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഒരു ആക്ടിവിറ്റി ഇതാണ് കേട്ടോ. ഇതിന്മേൽ ഞാൻ പോയില്ല. ഇതൊക്കെ നല്ലൊരു എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എല്ലാവർക്കും വരികയാണെങ്കിൽ എൻജോയ് ചെയ്യാം. പിന്നെ ഇതാണ് ഹൈറോ കോഴ്സ് എന്ന് പറയുന്ന സംഭവം കേട്ടോ. ഇത് കുറേ ഉണ്ട്. ഇതും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടന്ന് പോണത് നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ കാണാനും. പിന്നെ ഇവിടെ ഞങ്ങൾ നമസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കയറി. അപ്പോൾ ഇതിലിങ്ങനെ കയറി ഇങ്ങനെ ആടുമ്പോൾ നമുക്ക് അവർ ചോദിക്കുന്നുണ്ട് ഛർദ്ദിക്കാനോ തല കറക്കമൊക്കെ ഉണ്ടെങ്കിൽ പറയണമെന്ന് അറിയേണ്ടത്. കാരണം ഇത് കറങ്ങുമ്പോൾ തല കീഴ്ക്കാം തൂക്കം ആയിട്ടൊക്കെ കറങ്ങുന്നുണ്ടായിരുന്നു. ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണിത്. പിന്നെ ഇതിലൊക്കെ മ്യൂസിക് ഞാൻ കാണുന്നതാണ് കേട്ടോ. പിന്നെ കുട്ടികൾ വന്നിരുന്നു, ടൂർ വന്നിരുന്നു കേട്ടോ. പലവിധ സ്കൂളിൽ നിന്നും കുട്ടികൾ വന്നിരുന്നു. ഇവർക്കൊക്കെ ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഭക്ഷണം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇവിടെ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിൽ നിങ്ങൾ അതൊക്കെ കണ്ടു കാണും, കേട്ട് കാണും. ഇതിലൊക്കെ കുട്ടികൾ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏത് കുട്ടികൾക്കുള്ളതും മുതിർന്നവർക്കുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൂളാണ്. പൂളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മഴ കൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇതിൽ കയറി ഇരിക്കുക, കിടക്കുക, നിൽക്കുക, ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യട്ടോ. മഴ പെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ ഇത് വെള്ളത്തിലുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഉല്ലസിക്കുക. പിന്നെ പൂളാണ്. പൂളിൽ ഞങ്ങളെല്ലാവരും പൂളിലിറങ്ങി കുളിച്ചു കേട്ടോ. ചാടി നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നല്ല രസമായിരുന്നു. കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ, കുറേ കുട്ടികൾ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ ഇതിൽ കാണിക്കണില്ല. പിന്നെ പൂളെന്ന് പറഞ്ഞാൽ വലിയ പൂളായിരുന്നു. ഒരുപാട് ആൾക്കാർക്കും കുട്ടികൾക്കും കളിക്കാൻ രസിക്കാൻ പറ്റുന്ന ഒരു പൂൾ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ മുകളിൽ നിന്നൊക്കെ നല്ലോണം വെള്ളം ചാടുന്നുണ്ടായിരുന്നു. നല്ല കാഴ്ചകൾ, രസകരമായിട്ടുള്ള ഒരു റിസോർട്ട് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നുള്ളൂ. പിന്നെ ആകാശത്ത് കൂടെയുള്ള ഈ സൈക്കിൾ റാലി എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു ഇഷ്ടമാണ് നമുക്ക് കേട്ടോ. അപ്പോൾ ഇതിൽ ഞങ്ങൾ പൂളിൽ കുറേ സമയം ഞങ്ങൾ കളിച്ചു, കുട്ടികളുമൊത്ത് കളിച്ചു. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഇവിടെ നല്ല അടിപൊളി ഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കൊതിയൂറും വിഭവങ്ങളായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടി കേട്ടോ. 1 മണിയായപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുമായിരുന്നു. അതുപോലെ സ്കൂളിൽ നിന്നൊക്കെ ടൂർ വരുന്ന എല്ലാവർക്കും ഇവിടെ ഭക്ഷണം കൂടെ അടക്കമാണ് ഇവർ ഫീസ് വാങ്ങുന്നത് കേട്ടോ. ഭക്ഷണത്തിൻ്റെ കൂടെ ഒരു ചോക്കോബാറും ഉണ്ട് കേട്ടോ. എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഫുഡ്, നല്ല ബിരിയാണി ആയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റാഫുകൾ എന്താ പറയുക, പക്കാ ഡീസൻറ്റ്, സ്നേഹം, ഞങ്ങളെ കെയറിങ്, ഓരോന്ന് ചോദിക്കാൻ, ഈ കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പുന്നതിനോടൊപ്പം സ്നേഹവും വിളമ്പുന്ന സ്റ്റാഫാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമ്മളെല്ലാവരും നല്ലതുപോലെ പരിഗണിച്ച് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞ് കണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്താണെങ്കിലും ഇവർ കണ്ടറിഞ്ഞ് നമുക്ക് ധൈര്യമായിട്ട് ഇവിടേക്ക് കൊണ്ടുവരാം. കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ ഒരേ ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുട്ടികൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കുള്ളത് കൊണ്ടല്ല, ഇവിടെ എന്നും ഫുഡ് ഇങ്ങനെ ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഫുഡിൻ്റെ കൂടെ ഒരു ചോക്കോബാർ കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ നല്ല അപ്പോൾ നമ്മളെ വീഡിയോ എടുക്കലും കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് എൻജോയ് ചെയ്യാൻ വരിക. അപ്പോൾ ഞങ്ങൾക്ക് ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഞാനൊരു 4-5 ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇവിടുന്ന് പോന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ സ്റ്റാഫും ഓണേഴ്സ് ആണെങ്കിലും ഒക്കെ നല്ലൊരു സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉള്ള ഒരു നല്ലൊരു വയനാട് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.